നമസ്കാരം, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന NH66 കുറച്ച് ഭാഗങ്ങൾ എടക്കഴിയൂർ മുതൽ ചാവക്കാട് വരെയുള്ള ഓരോ പോർഷൻസുകളാണ്. അവിടെ ഒരുപാട് വർക്കുകൾ കഴിയാൻ കിടക്കുന്നുണ്ട്. ഒരുപാട് സ്ഥലങ്ങൾ വർക്ക് കഴിഞ്ഞിട്ട് ഓപ്പൺ ചെയ്യാത്ത സ്ഥലങ്ങളുണ്ട്. അപ്പോൾ സർവീസ് റോഡിൽ കൂടെയാണ് ഇപ്പോൾ ഒരുപാട് ദൂരം വരെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന പല ആൾക്കാരും. ചില സർവീസ് റോഡിൻ്റെ ഭാഗത്തു നിന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ഭാഗത്തു നിന്ന് വണ്ടികൾ വന്നിട്ടും അതുപോലെ പല അപകടങ്ങൾ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. പിന്നെ അതുപോലെ റോഡൊക്കെ ചില സ്ഥലങ്ങളിൽ വളരെ മോശമായിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള ചില സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഒരു വൺ സൈഡാണ് നമ്മൾ കാണിച്ചു തരുന്നത്. എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് കൂടുതൽ വിവരങ്ങളിലേക്ക് കിടക്കാം. ചില സ്ഥലങ്ങൾ കണ്ടില്ലേ, വണ്ടികൾ പോയിട്ടും മഴ പെയ്തിട്ടൊക്കെ ആകെ റോഡൊക്കെ ആകെ നാശമായി കിടക്കുന്നുണ്ട്. അപ്പോൾ വളരെ സ്പീഡിൽ യാത്ര ചെയ്യുന്ന ആൾക്കാരൊക്കെ വളരെ ശ്രദ്ധിച്ച് യാത്ര ചെയ്യുക. പിന്നെ അതുപോലെ കണ്ടില്ലേ, ഓപ്പോസിറ്റ് ചില വണ്ടികൾ ബൈക്കുകളായിക്കോട്ടെ കാറുകളായിക്കോട്ടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന അതിൻ്റെ അതേ ഓപ്പോസിറ്റ് ആൾക്കാർ യാത്ര ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ അത് എന്ന് വെച്ചാൽ എളുപ്പത്തിൽ അപ്പുറത്തുനിന്ന് കടക്കാനുള്ള എളുപ്പമാർഗം നോക്കി വരുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള വരുമ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ വണ്ടി അപകടത്തിൽ പെടാൻ സാധ്യത കൂടുതലാണ്. പിന്നെ പോക്കറ്റ് റോഡുകളിൽ നിന്ന് നമ്മൾക്ക് സർവീസ് റോഡ് വഴി യാത്ര ചെയ്യുമ്പോൾ നമ്മൾ എത്രയും വളരെ ശ്രദ്ധിച്ച് യാത്ര ചെയ്യുക. അല്ലെങ്കിൽ പോക്കറ്റ് റോഡിൽ നിന്ന് പെട്ടെന്നൊക്കെയാണ് ആൾക്കാർ കയറി വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വളരെ ശ്രദ്ധിച്ച് യാത്ര ചെയ്യും. നടക്കുമ്പോൾ മനസ്സിലില്ലാതെ രാഷ്ട്രീയത്തെ മറന്നു പോകാം. പാതകൾ തമ്മിൽ ബന്ധം കൂടുമ്പോൾ മണ്ണിന്റെ കഥ പറയും ഗാനങ്ങളാൽ ഈ പാതയുടെ ഓരങ്ങൾ പുഴകൾ കടന്ന് കടലാളങ്ങൾ ഭാവിയിൽ വരും പുതുയാത്രകൾ സേവിക്കുന്നതു ഇന്നു പണി കണ്ട ഞങ്ങൾ. കാറ്റിലൂടെ പറക്കുന്നവരെ അഭിമാനമായി കേരളകരം. എല്ലാതിനുമുപരി ഈ വഴികൾ നോക്കുന്നോഷുഷായി നമുക്കൊരു സമ്മാനം. ചാവക്കാട് കടന്നു പടിയോടെ പൊന്നാനിയിലേക്കൊരു ഇരുപേരെ പാതയിലൂടെ ഞാനും നീയും സഞ്ചരിക്കാം സ്വപ്നപാതകളിൽ. നമ്മൾ ചാവക്കാട് നിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ ഈ പാലത്തിൻ്റെ താഴെ കൂടെ ഇങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ നമുക്ക് ശിവക്ഷേത്രത്തിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ നിന്ന് യൂട്ടേൺ എടുത്തിട്ട് നമുക്ക് ശിവക്ഷേത്രത്തിലേക്ക് വരാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ പല ആൾക്കാർക്കും ശിവക്ഷേത്രത്തിലേക്ക് എങ്ങനെ വരികയെന്നറിയില്ല. അപ്പോൾ നമുക്ക് ഇതേ ഓപ്പോസിറ്റ് വഴി നമ്മളിപ്പോൾ സർവീസ് റോഡ് വഴി ആൾക്കാർ പലവരും വന്നിട്ടൊക്കെയാണ് അങ്ങോട്ട് പോകുന്നത്. കണ്ടില്ലേ, ബൈക്കിലൊക്കെ വരുന്നുണ്ടോ. ഇതൊക്കെ വളരെ ശ്രദ്ധിച്ച് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വളരെ വലിയ അപകടത്തിലേക്ക് വരാൻ സാധ്യത കൂടുതലാണ്. പിന്നെ ഇവിടെ ഇപ്പോൾ ഈ കാണുന്ന കുറേ ലോറികളും കാര്യങ്ങളൊക്കെ ഇവിടെ ഓൾറെഡി വർക്ക് നടക്കുന്ന കാരണം ഇവരെ എല്ലാ സാധനങ്ങളൊക്കെ ഇവിടെയാണ് ഇവർ സ്റ്റോർ ചെയ്യുന്നത്. അതുപോലെ മെറ്റൽ കാര്യങ്ങളൊക്കെ പിന്നെ ഇവരെ എന്തൊക്കെ മെയിൻ്റനൻസ് സാധനങ്ങളൊക്കെ ഇവിടെ ആണ് സ്റ്റോർ ചെയ്യുന്നത്, ചാവക്കാട് ഭാഗത്താണ്. അപ്പോൾ അവിടുത്തെ ഓഫീസിൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ വലിയൊരു ഇതൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. പിന്നെ അതുപോലെ നമ്മൾ ഇവിടുന്ന് വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മണത്തല പള്ളിയാണ് ഇനി അടുത്ത് വരുന്നത്. മണത്തല പള്ളിയുടെ മുന്നിലാണെന്നുണ്ടെങ്കിൽ ഒരുപാട് മണ്ണ് കൂട്ടിയിട്ടുണ്ട്. നമുക്ക് അപ്പുറത്തെ സൈഡിലേക്ക് പോകണമെങ്കിൽ തന്നെ വളരെ ബുദ്ധിമുട്ടാണ്. നമുക്ക് പാലത്തിൻ്റെ മുകളിൽ കൂടെ കയറിയിട്ട് വേണം പോകാൻ. അപ്പോൾ ആദ്യം നമുക്ക് മണത്തല പള്ളിയുടെ പള്ളിയൊന്ന് ഞാൻ കാണിച്ചു തരാം. മണത്തല പള്ളി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അങ്ങനെ കാണാൻ പറ്റാനും സാധ്യത കൂടുതലാണ്. അപ്പോൾ നമുക്ക് അതിനെ റോഡ് സൈഡിൽ പോകുമ്പോൾ തന്നെ മണത്തല പള്ളി കാണാൻ പറ്റും. നമ്മൾ ചാവക്കാട് മുതൽ ചേറ്റുവേല റോഡ് പണി നമ്മൾ പല ആൾക്കാരും കാണിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും നമ്മൾ അടുത്ത വീഡിയോ കാണിച്ചു തരാം. അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോകളുമായിട്ട് ഞാൻ ഇനിയും വരാം. നിങ്ങളുടെ സ്വന്തം റാഷിദ് ഫർദാൻ. ബൈ.